മുൻ മന്ത്രി കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വീടുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. റെയ്ഡിൽ ബാബുവിന്റെ വീട്ടിൽ നിന്നും 1.5 ലക്ഷം രൂപയും ബാബുവിന്റെ ബിനാമിയും വ്യവസായിയുമായ മോഹൻദാസിന്റെ വീട്ടിൽ നിന്ന് 6.5 ലക്ഷം രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു. ബാബുവിന് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായും പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നും ആരോപണം. അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടിയും സുധീരനും തയ്യാറായില്ല. ബാർ ലൈസൻസ് പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉൾപ്പെടെ കെ ബാബു 100 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് വിജിലൻസ് മധ്യമേഖല SP നേരത്തെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ബാബുവിന് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായും പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുമായും ബന്ധമുണ്ടെന്നും കേരളത്തിന് അകത്തും പുറത്തുമായി ബിനാമി സ്വത്തുക്കളുണ്ടെന്നും മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിച്ച FIRൽ വിജിലൻസ് ബോധിപ്പിച്ചിരുന്നു. തുടർന്ന് ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നത്. ബാബുവിന്റെയും 2 പെൺമക്കളുടെയും വീടിന് പുറമെ ബിനാമികളായ മോഹൻദാസ്, ബാബുറാം എന്നിവരുടെ വീട്ടിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ തനിക്കെതിരായ നടപടികൾ പകപോക്കലാണെന്നും മോഹൻദാസുമായും ബാബുറാമുമായും ഇടപാടില്ലെന്നുമായിരുന്നു ബാബുവിന്റെ പ്രതികരണം. വിജിലൻസിന്റെ FIRൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇതൊരു പകപോക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേനിയിൽ 120 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ തെറ്റാണ്. അതല്ലാതെ എനിക്ക് ഒരു ബന്ധമില്ല, ഒരു സ്വത്തും എനിക്കില്ല. റെയ്ഡിൽ ബാബുവിന്റെയും മോഹൻദാസിന്റെയും വീട്ടിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ വിജിലൻസ് കണ്ടെടുത്തു. നിർണായകമായ നിരവധി രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാബുവിനെതിരെ കേസ്. വിജിലൻസാണ് കേസെടുത്തത്. റിയൽ എസ്റ്റേറ്റുകാരായ 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മുൻമന്ത്രി കെ ബാബു 1-ാം പ്രതിയും കുമ്പളം സ്വദേശി ബാബുറാം, തൃപ്പൂണിത്തുറ സ്വദേശി മോഹനൻ എന്നിവരെ 2ഉം 3ഉം പ്രതികളുമാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ ലഭിച്ചതായി FIRൽ പറയുന്നു. ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും പൊതുരംഗത്തെത്തിയ ബാബുവിന് ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട്. മന്ത്രി എന്ന നിലയ്ക്കുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഇവയൊക്കെ ആർജിച്ചത്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായും ബിസിനസ് ഗ്രൂപ്പുകളുമായും ബാബുവിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്. കേരളത്തിനകത്തും പുറത്തും ബിനാമി സ്വത്തുക്കളുമുണ്ട്. തേനിയിലെ 120 ഏക്കർ തോട്ടം ഇതിന് തെളിവായി FIR ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ 2ഉം 3ഉം പ്രതികളാക്കി ചേർത്തവർ ബാബുവിൻ്റെ ബിനാമികളാണ്. പറയത്തക്ക വരുമാനമൊന്നുമില്ലാതിരുന്ന ഇവർ ഇന്ന് ആർഭാട ജീവിതം നയിക്കുന്നു. ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ കോടികളുടെ സ്വത്ത് ഇവർക്കുമുണ്ട്. ഇവർ ഇപ്പോൾ നടത്തുന്ന വൻകിട ബിസിനസ് സംരംഭങ്ങളിൽ ബാബുവിനും പങ്കാളിത്തമുണ്ടെന്ന് FIR പറയുന്നു. മകൾ ആതിരയുടെ ഭർത്തൃപിതാവ് രവീന്ദ്രൻ്റെ പേരിൽ 45 ലക്ഷത്തിൻ്റെ ആഡംബര കാർ വാങ്ങി. എന്നാൽ ബാർക്കോഴ ആരോപണം ഉയർന്നപ്പോൾ അത് ജാസ്മിൻ എന്നയാളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി. മന്ത്രി എന്ന നിലയിൽ ലഭിച്ച ശമ്പളം മാത്രമായിരുന്നു ബാബുവിൻ്റെ വരുമാനം. മാത്രമല്ല, ബാബുവിൻ്റെ പേരിൽ ബാങ്ക് വായ്പകളൊന്നുമില്ല. എറണാകുളത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പങ്കാളിത്തം, തൊടുപുഴയിൽ ലോക്ക് ബ്രിക്ക് ബിസിനസ്, റോയൽ ബേക്കറി ഗ്രൂപ്പിൽ ബിസിനസ് പങ്കാളിത്തം തുടങ്ങി മുൻ മന്ത്രിയുടെ അനധികൃത സ്വത്ത് സംബന്ധിച്ച പട്ടിക തന്നെ FIRനൊപ്പം ചേർത്തിട്ടുണ്ട്. FIR കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി. റെയ്ഡും കേസും പകപോക്കലാണെന്ന് കെ ബാബു. എറണാകുളത്തെ വ്യവസായികളുമായി ബന്ധമുണ്ട്, എന്നാൽ അത് ബിസിനസ് ബന്ധമല്ലെന്നും തേനിയിലെ ഭൂമി 2012 മുൻപാണ് മകളുടെ ഭർത്തൃപിതാവ് കൈമാറ്റം ചെയ്തത് എന്നും ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പണം ദൈനംദിന കാര്യങ്ങൾക്കായി സൂക്ഷിച്ചതായിരുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും ബാബു പ്രതികരിച്ചു. വിജിലൻസിന്റെ FIRൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇതൊരു പകപോക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേനിയിൽ 120 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ തെറ്റാണ്. എനിക്ക് അനധികൃതമായി ഒരുപാട് സ്വത്തുണ്ടെന്നാണ്. യഥാർത്ഥം പറഞ്ഞാൽ എൻ്റെ ബിനാമിയായിട്ട് പറഞ്ഞപ്പോൾ ഒരു റോയൽ ബേക്കറി മോഹൻ, സത്യത്തിൽ എനിക്ക് ആ പുള്ളിനെ അറിയുക പോലും ചെയ്യില്ല. അറിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരു ബന്ധമില്ല. അതുപോലെ തന്നെ ബാബുറാം, എനിക്കെന്താ ബന്ധം? അയാൾ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തു നിന്ന് കുമ്പളത്ത് താമസിക്കുന്ന ഒരാളാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. എനിക്ക് യാതൊരു ബന്ധമുള്ള ആളല്ല. പക്ഷെ അയാളും എൻ്റെ ബിനാമിയായിട്ടാണ് FIRൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ നോമിനേഷൻ കൊടുത്ത പേപ്പറുണ്ട്. ഇതിനകത്ത് പറഞ്ഞത് വിട്ടിട്ട് ഒരു സ്വത്തും എനിക്കില്ല. അഴിമതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമാണ് റെയ്ഡെന്ന് ജേക്കബ് തോമസ്. വിജിലൻസ് ചെയ്യുന്നത് വിജിലൻസിന്റെ പണിയാണെന്നും ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്വേഷണം തെളിവ് നേടിയുള്ള ഒരു യാത്രയല്ലേ അന്വേഷണം എന്ന് പറയുന്നത്. അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണല്ലോ. ആ നയം നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. വിജിലൻസ് പല കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. വിജിലൻസിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വിവാദങ്ങളോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി. മുൻ മന്ത്രിമാർക്കെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണം വ്യക്തിവിരോധം തീർക്കാനാണെന്ന് കരുതുന്നില്ലെന്ന് മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. ജോലിക്കിടെ സർക്കാർ ജീവനക്കാർ ഓണാഘോഷം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞത് സദുദ്ദേശപരമായിരുന്നുവെന്നും മുഖ്യമന്ത്രി. കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസ് ഡയറക്ടർ വ്യക്തിവിരോധം തീർക്കുകയാണെന്ന KM മാണിയുടെ ആരോപണത്തോട് ശക്തമായ രീതിയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഒരു വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടർ പുറപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സാധാരണഗതിയിലുള്ള നടപടികളിലേക്ക് അദ്ദേഹം നീങ്ങിയതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ബാബുവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം വേണ്ടതില്ല അവർക്ക്. ജീവനക്കാർ ജോലി സമയത്ത് ഓണാഘോഷം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞത് സദുദ്ദേശപരമായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഓണാഘോഷം നമ്മളെല്ലാവരും നടത്തുന്ന കാര്യമാണ്, അത് നടത്തേണ്ടതുമാണ്. ഓണത്തിന് പൂവിടൽ എല്ലാവരും നടത്താറുണ്ട്, അതും നല്ലതാണ്. ഇതിനൊന്നും എനിക്ക് തർക്കമില്ല, അത് അക്കാര്യത്തൊന്നും ഞാൻ എതിർത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഓണത്തിന് ധാരാളം ഒഴിവ് ദിവസമുണ്ട്. കലണ്ടർ നോക്കിയാൽ കാണാമല്ലോ ഓണത്തിൻ്റെ ദിവസങ്ങൾ എത്രയാണ് വരുന്നത്. അപ്പോൾ ഷോപ്പിങ്ങിന് ഒരു പ്രയാസമില്ല. പക്ഷെ ഓഫീസ് സമയത്ത് എല്ലാവരും കൂടി വട്ടോട്ട് പൂക്കളം ഇടാൻ നിൽക്കരുത്. ഓഫീസ് സമയം ഒഴിവാക്കിയിട അതിടാമല്ലോ സാധാരണഗതിയിൽ. സർക്കാർ ചടങ്ങിൽ മതചിഹ്നങ്ങൾ ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. നിലവിളക്ക് മതചിഹ്നമായി മാത്രം കാണാനാകില്ല. ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായി VS അച്യുതാനന്ദൻ സ്ഥാനമേറ്റെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരളം പദ്ധതി വഴി മാലിന്യമുക്തവും കാർഷിക സമ്പന്നവുമായ കേരളം സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 100 ദിവസങ്ങൾ കൊണ്ട് ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള കാലയളവല്ല എങ്കിലും ദിശ തിരിച്ചറിയാൻ പര്യാപ്തമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാടിന്റെ വികസനത്തിനായുള്ള ദീർഘകാല പദ്ധതികൾ, ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന അടിയന്തര നടപടികൾ, ഇതാണ് സർക്കാരിന്റെ പ്രവർത്തന രീതി. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ക്ഷേമ പെൻഷൻ വിതരണം, കടാശ്വാസ പദ്ധതി, വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികൾ തുടങ്ങിയ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന കാര്യങ്ങൾ ചെയ്യാനായി. ഇനി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഒതുങ്ങുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. മാലിന്യ നിർമ്മാർജ്ജനം, കാർഷിക രംഗത്തെ ഉന്നമനം എന്നിവ ലക്ഷ്യം വയ്ക്കുന്ന ഹരിത കേരളം പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നടപടികൾ. നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി ഒരു ഹരിത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. 5 വർഷത്തിനുള്ളിൽ വീടില്ലാത്ത മുഴുവൻ പേർക്കും വീടും ജീവനോപാധിയും സാമ്പത്തിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്ന ലൈഫ് എന്ന പദ്ധതിയും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമ്പൂർണമായൊരു ഭവന പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ലൈഫ് എന്നാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ, ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ്. വിദ്യാഭ്യാസം, വ്യവസായം, ആരോഗ്യം, ഗതാഗതം തുടങ്ങിയ സർവ്വമേഖലകളിലും വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ തുടരുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വിവാദ പ്രസംഗത്തിൽ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളക്കെതിരെ കേസ്. ദുബായ് KMCCയിൽ നടത്തിയ പ്രസംഗത്തിലാണ് നടപടി. വിവാദ പ്രസംഗം പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്. ദുബായ് KMCCയുടെ പരിപാടിയിലാണ് നാദാപുരത്തെ അസ്ലമിന്റെ ഘാതകരെയും കുറ്റ്യാടി വേളത്തെ യൂത്ത് ലീഗ് പ്രവർത്തകൻ നസീറുദ്ദീനെ കൊലപ്പെടുത്തിയ SDPI പ്രവർത്തകരെയും കൊല്ലണമെന്ന് ആക്രോശിച്ചുകൊണ്ട് പാറക്കൽ അബ്ദുള്ള MLA വിവാദ പ്രസംഗം നടത്തിയത്. പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന പ്രസംഗം നടത്തിയ MLAക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI നേതാവ് കഴിഞ്ഞ ദിവസം നാദാപുരം റൂറൽ SPക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രകോപനപരമായ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ച ശേഷമാണ് പോലീസ് പാറക്കൽ അബ്ദുള്ള MLAക്കെതിരെ കേസെടുത്തത്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 505 വകുപ്പും ഉപവകുപ്പായ 1B ചുമത്തിയാണ് MLAക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഗതികളുടെ അമ്മ മദർ തെരേസയെ നാളെ വിശുദ്ധയായി പ്രഖ്യാപിക്കും. റോമിൽ നടക്കുന്ന പ്രത്യേക ദിവ്യബലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുക. ഇന്ത്യൻ സമയം നാളെ 2:30-ക്കാണ് ചടങ്ങുകൾ. കാരുണ്യത്തിന്റെ മഹത്തായ മാതൃക ലോകത്തെ പഠിപ്പിച്ച മദർ തെരേസയുടെ ഛായാചിത്രം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന മട്ടുപ്പാവിൽ ഉയർന്നു കഴിഞ്ഞു. അൽബേനിയയിൽ ജനിച്ച് ഭാരതം കർമ്മഭൂമിയാക്കിയ പാവങ്ങളുടെ അമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനാണ് വത്തിക്കാൻ ഒരുങ്ങുന്നത്.
പതിനായിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി മദർ തെരേസയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിക്കും. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ചടങ്ങുകൾ ആരംഭിക്കുക. കുർബാന മധ്യയാകും പ്രഖ്യാപനം. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്നാവും മദർ തെരേസ ഇനി അറിയപ്പെടുക. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള 11 അംഗ പ്രതിനിധി സംഘം ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. വിശുദ്ധ പദവി പ്രഖ്യാപന വേദിയിൽ ഉപയോഗിക്കുന്ന മദറിന്റെ ഔദ്യോഗിക ഛായാചിത്രം വരച്ചത് അമേരിക്കൻ ശില്പിയും ചിത്രകാരനുമായ ചാസ് ഫാഗനാണ്. നാമകരണ നടപടികളുടെ ചുമതലയുള്ള കർദിനാൾ അമാദോവും പോസ്തുലത്തോറും വിശുദ്ധരുടെ പുസ്തകത്തിൽ മദർ തെരേസയുടെ പേര് ചേർക്കട്ടെ എന്ന പാപ്പയോട് ചോദിക്കുന്നതോടുകൂടിയാകും വിശുദ്ധ പ്രഖ്യാപന ചടങ്ങ് ആരംഭിക്കുക. വിശുദ്ധിയാക്കിയതിന്റെ ഔദ്യോഗിക രേഖ പാപ്പ അംഗീകരിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ന്യൂസ് ഡെസ്ക്. കശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യ രാജ്യ താൽപര്യം ഉയർത്തിപ്പിടിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറാകണം. സൈന്യം നടത്തിയ അമിത ബലപ്രയോഗത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണമാണ് നടത്തേണ്ടതെന്നും യെച്ചൂരി പറഞ്ഞു. We are saying that first, this confidence building measures. Second, talk to everybody. Do not discriminate between one section or the other. We will hear everybody. We will engage with everybody. And the idea is that we should finally reach to a political settlement. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ഏകാധിപത്യ ഭരണമാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. 25 വർഷമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് ചരിത്ര വസ്തുവായി മാറുമെന്നും ഹസൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തനം ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള പ്രവർത്തനമായി മാറിയിരിക്കും. അതിന് കാരണം എന്താ? തെരഞ്ഞെടുപ്പില്ലാത്തതാണ്, നോമിനേറ്റഡ് കമ്മിറ്റികളാണ് എല്ലായിടത്തും. ദേശീയ തലത്തിൽ തന്നെ ഞാൻ പറയുന്നു, കോൺഗ്രസ് തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു സംഘടനയായി മാറിയതിന്റെ ഫലമായി ഇന്ന് നാം നേരിടുന്ന കോൺഗ്രസിന്റെ ശക്തിക്ഷയത്തിന്, സംഘടനാപരമായ ദൗർബല്യത്തിന് അടിസ്ഥാന കാരണം ഇതിൽ ജനാധിപത്യം കുറഞ്ഞ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. കുറഞ്ഞ് ഏകാധിപത്യ പ്രവർത്തനം. അതല്ലേ നമ്മളിപ്പോ ഇവിടെ മണ്ഡലങ്ങളിൽ എത്രയോ കാലമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിരുന്ന് ഞങ്ങൾ തന്നെ കെട്ടിയിറക്കുക മണ്ഡലം പ്രസിഡന്റ്, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയിറക്കുകയാണ് ഞങ്ങളെല്ലാം. വീണ്ടും തെരുവുനായയുടെ ആക്രമണം. മഞ്ചേരിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞിന് പരിക്കേറ്റു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ മുഖത്തും നെഞ്ചിലുമാണ് കടിയേറ്റത്. KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, മലപ്പുറം ചെമ്പ്രംകടവിലാണ് 11 മാസം പ്രായമുള്ള കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ചെമ്പ്രംകടവ് സ്വദേശി നൌഷാദിന്റെ മകൾ ഇഷയ്ക്കാണ് പരിക്ക് പറ്റിയത്. തലക്കും നെഞ്ചിലും പരിക്ക് പറ്റിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഇഷയെ തെരുവ് പറ്റി ആക്രമിക്കുകയായിരുന്നു. ഇഷയോടൊപ്പം ബന്ധുവായ 4 വയസ്സുകാരിയും ഉണ്ടായിരുന്നു. ഇവരുടെ ബഹളം കേട്ട് വീട്ടുകാർ കണ്ടതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു അപകടം ഒഴിവായത്. എങ്കിലും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സകളെല്ലാം നൽകി ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അരുൺ. KT സ്വാലിഹ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം ഇന്ന് ദില്ലിയിൽ. കൈരളി എന്ന് പേരിട്ടിരിക്കുന്ന സാംസ്കാരിക പരിപാടി രാഷ്ട്രപതി ഭവനിൽ അരങ്ങേറും. രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി തുടങ്ങിയവർ കേരളത്തിന്റെ ഓണാഘോഷ പരിപാടി ആസ്വദിക്കാനെത്തും. ഇതാദ്യമായാണ് കേരളത്തിന്റെ ഓണാഘോഷത്തിന് രാഷ്ട്രപതി ഭവൻ വേദിയാകുന്നത്. കഥകളി, മോഹിനിയാട്ടം തുടങ്ങി കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ചുവടുവയ്ക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, വിവിധ കേന്ദ്രമന്ത്രിമാരും ഓണാഘോഷ പരിപാടി ആസ്വദിക്കാൻ സദസ്സിലുണ്ടാകും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ P സദാശിവം, വിവിധ സംസ്ഥാന മന്ത്രിമാർ എന്നിവർ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തി. ഇതാദ്യമായാണ് രാഷ്ട്രപതി ഭവനിൽ ഓണാഘോഷം അരങ്ങേറുന്നത്. സാംസ്കാരിക കേരളത്തിന്റെ കലാരൂപങ്ങളായ മയൂരനൃത്തം, കേരള നടനം, തെയ്യം, കളരി, തിരുവാതിര, ഒപ്പന, മാർഗംകളി തുടങ്ങിയവയും രാഷ്ട്രപതി ഭവനെ വ്യത്യസ്തമാക്കും. വിവിധ കലാകാരന്മാർ അണിനിരക്കുന്ന ചടങ്ങ് വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ച് 1 മണിക്കൂർ നീളും. ഈ മാസം 14-നാണ് തിരുവോണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് ഫൗണ്ടേഷന്റെ 17ാമത് വാർഷിക ജനറൽ മീറ്റിംഗ് അവസാനിച്ചു. പുനീത് ഗോയങ്കെ ഫൗണ്ടേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. രഞ്ജിത് ശർമ്മ, NP സിംഗ്, സുധൻ ഷുവർട്സ്, K മാധവൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും KVL നാരായൺ റാവുവിനെ ട്രഷററായും ഫൗണ്ടേഷൻ തെരഞ്ഞെടുത്തു.